Dear children, how are you? Today we are going to read the part of God replies in the story Letter to God. Okay? Please take and open your textbook. Reply. നിങ്ങൾക്കറിയില്ലേ കൂട്ടുകാരെ റിപ്ലൈ എന്ന് വെച്ചാൽ മറുപടിയല്ലേ? അപ്പോൾ ഗോഡ് റിപ്ലൈ ടെൽ മീ. ആ, ദൈവത്തിൻ്റെ മറുപടി. യെസ്. ഓക്കെ, I read and you put your finger on it. God replies. ദൈവത്തിൻ്റെ മറുപടി. The following day, Lenjo went to the post office earlier than usual. അടുത്ത ദിവസം ലെഞ്ചോ സാധാരണയിലും നേരത്തെ പോസ്റ്റ് ഓഫീസിലെത്തി. He asked the postman if there was a letter for him. തനിക്ക് എഴുത്തു വല്ലതുമുണ്ടോ എന്ന് പോസ്റ്റ്മാനോട് അവൻ ചോദിച്ചു. The postman handed a letter to him. പോസ്റ്റ്മാൻ അവനൊരു കത്ത് കൈമാറി. The postmaster looked on from the doorway of his office. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ, തപാൽ ഓഫീസർ എവിടെ നിൽക്കുകയായിരുന്നപ്പോൾ വാതിൽക്കൽ നിന്നുകൊണ്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു. Look at the picture, children. What you can see? Yes, the postmaster looked on from the doorway of his office. Everyone is looking together, isn't it? എല്ലാവരും എൻ്റെ കൂടെ നോക്കുന്നില്ലേ? Okay, next paragraph. Lenjo showed not the slightest surprise on seeing the money. പണം കണ്ടപ്പോൾ നമ്മുടെ ലെഞ്ചോ ഒട്ടും അത്ഭുതം പ്രകടിപ്പിച്ചില്ല. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അത്രയ്ക്കായിരുന്നു അവന് ദൈവത്തിലുള്ള വിശ്വാസം. ബട്ട് ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. പക്ഷേ പണം എണ്ണി നോക്കിയപ്പോൾ അവന് ശരിക്കും ദേഷ്യം വന്നു. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് അവൻ കരുതി. നമ്മുടെ ലെഞ്ചോയ്ക്ക് ദൈവത്തിൽ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. താൻ ആവശ്യപ്പെട്ട 100 pesos തീർച്ചയായിട്ടും ദൈവം അയച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ലെഞ്ചോ വിശ്വസിച്ചിരുന്നത്. Immediately, Lenjo went up to the window to ask for paper and ink. ഉടനെ തന്നെ നമ്മുടെ ലെഞ്ചോ ജനാലക്കരികിൽ ചെന്ന് പേപ്പറും മഷിയും ആവശ്യപ്പെട്ടു. ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അവൻ പൊതു എഴുത്തുമേശയിൽ ചെന്നിരുന്നു കൊണ്ട് എഴുതാൻ തുടങ്ങി. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെന്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. എഴുതി തീർന്നപ്പോൾ അവൻ സ്റ്റാമ്പ് വാങ്ങാനായി ജനാലക്കരികിലെത്തി. ഹി ലിക്ക്ഡ് ദ സ്റ്റാമ്പ് ആൻഡ് ദെൻ അഫിക്സഡ് ഇറ്റ് ഓൺ ദ എൻവലപ്പ് വിത്ത് എ തംബ് ഓഫ് ഹിസ് ഫിസ്റ്റ്. സ്റ്റാമ്പ് നാക്കുകൊണ്ട് നക്കിയതിനു ശേഷം വിരൽ കൊണ്ടത് കവറിന് പുറത്ത് ഒട്ടിച്ചു. The moment the letter fell into the mailbox, the postmaster went to open it. കത്ത് പെട്ടിയിൽ വീണ ഉടനെ തന്നെ നമ്മുടെ തപാൽ ഓഫീസർ കത്ത് തുറന്നു നോക്കി. Okay children, let us look at the letter written to the God of Lenjo. ലെഞ്ചോ ദൈവത്തിന് എഴുതിയ കത്തൊന്ന് നമുക്ക് നോക്കാം. ലെഞ്ചോ ദൈവത്തിന് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാൻ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ? Merciful God, കരുണാമയനായ ദൈവമേ, ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 pesos റീച്ച്ഡ് മീ. ഞാൻ ആവശ്യപ്പെട്ട പണത്തിൽ വെറും 70 pesos മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ് സിൻസ്. ഉടനെ തന്നെ ബാക്കി കൂടി അയക്കൂ. നീഡ് ഇറ്റ് വെരി ബാഡ്ലി. എനിക്കത് വളരെ അത്യാവശ്യമാണ്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. പക്ഷേ അത് ഒരിക്കലും മെയിലിലൂടെ നീ അയക്കരുത്. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബെഞ്ച് ഓഫ് ക്രൂക്സ്. കാരണം ഈ തപാൽ ഓഫീസിലെ ജീവനക്കാരെല്ലാം ഒരു കൂട്ടം തട്ടിപ്പുകാരാണ്. ലെഞ്ചോ, നമ്മുടെ ലെഞ്ചോയ്ക്ക് ദൈവത്തിൽ അതിയായ വിശ്വാസമുണ്ടല്ലേ ഫ്രണ്ട്സ്? അവൻ ആവശ്യപ്പെട്ടുള്ള മുഴുവൻ പണവും, അതായത് 100 pesos ദൈവം സെൻഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ ദൈവമല്ല ഇത് സെൻഡ് ചെയ്യുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരാണ് ഈ പണമെല്ലാം അവൻ അയച്ചു കൊടുത്തതെന്ന് അവൻ ഒരിക്കലും അറിയില്ലായിരുന്നു. അവൻ കരുതിയത് എന്താ? ദൈവം അവന് സെൻഡ് ചെയ്തു കൊടുത്ത 100 pesos 30 pesos പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് കട്ടെടുത്തു എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അവന് അറിയില്ലായിരുന്നു. ചിൽഡ്രൻ, ഇനി നമുക്ക് ഈ പാർട്ടിലെ ന്യൂ വേർഡ്സ് ഒന്ന് നോക്കാം. യൂഷ്വൽ, USUAL, യൂഷ്വൽ, പതിവുള്ള.
കോൺഫിഡൻസ്, CONFIDENCE, കോൺഫിഡൻസ് വിശ്വാസം. ബാഡ്ലി ഇൻ നീഡ്, BADLY, ബാഡ്ലി ഇൻ, IN നീഡ്, NEED, നീഡ് വളരെ അത്യാവശ്യമുള്ള. അഫിക്സ്, AFFIX, അഫിക്സ് ഒട്ടിക്കുക. ലിക്ക്, LICK, ലിക്ക് നക്കുക. ക്രൂക്ക്, CROOK, ക്രൂക്ക് കള്ളൻ. ഓക്കെ, ദെൻ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, അവയ്ക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഫസ്റ്റ് വൺ, വൈ ഡിഡൻറ്റ് ലെഞ്ചോ ഷോ എനി സർപ്രൈസ് വെൻ ഹീ ഗോട്ട് ദ മണി? ലെഞ്ചോ പണം കിട്ടിയപ്പോൾ ഒട്ടും അത്ഭുതം പ്രകടിപ്പിച്ചില്ല, എന്തുകൊണ്ട്? ആൻസർ, ലെഞ്ചോ വാസ് ഷുവർ ഇനഫ് ദാറ്റ് ഗോഡ് വുഡ് ഹിയർ ഹിസ് പ്രെയർ ആൻഡ് സെൻഡ് ഹിം ദ എമൗണ്ട്. ലെഞ്ചോയ്ക്ക് അതിയായ വിശ്വാസമുണ്ടായിരുന്നു താൻ ആവശ്യപ്പെട്ട പണം മുഴുവനും ദൈവം അയച്ചു കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നും. സോ ഹി വാസ് നോട്ട് സർപ്രൈസ്ഡ്. അതുകൊണ്ടാണ് അവന് ഒട്ടും അത്ഭുതം തോന്നാതിരിക്കാൻ കാരണം. നെക്സ്റ്റ്, വാട്ട് വാസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ? ഡിഡ് ഇറ്റ് കം ട്രൂ? പോസ്റ്റ് മാസ്റ്ററുടെ പ്രതീക്ഷ എന്തായിരുന്നു? അത് സത്യമായോ? ആൻസർ, ദ പോസ്റ്റ് മാസ്റ്റർ എക്സ്പെക്റ്റഡ് ദാറ്റ് ലെഞ്ചോ വുഡ് ബി ഹൈലി സർപ്രൈസ്ഡ് ടു സീ ദ മണി ആൻഡ് ഹി വുഡ് താങ്ക് ഗോഡ്. പണം കാണുമ്പോൾ നമ്മുടെ ലെഞ്ചോ അതിയായി അത്ഭുതപ്പെടുമെന്നും ദൈവത്തോട് നന്ദി പറയുമെന്നുമായിരുന്നു നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ കരുതിയത്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് കം ട്രൂ. പക്ഷെ അത് സത്യമായില്ല. നെക്സ്റ്റ്, വൈ വാസ് ലെഞ്ചോ ആംഗ്രി? എന്തുകൊണ്ടാണ് നമ്മുടെ ലെഞ്ചോ ദേഷ്യപ്പെട്ടത്? ആൻസർ, ലെഞ്ചോ ഹോപ്ഡ് ദാറ്റ് ഗോഡ് വുഡ് സെൻഡ് ഹിം 100 pesos. താൻ ആവശ്യപ്പെട്ട 100 pesos ദൈവം അയച്ചു തരുമെന്നാണ് നമ്മുടെ ലെഞ്ചു കരുതിയത്. ബട്ട് വെൻ ഹി കൗണ്ടഡ് ദ മണി ഇറ്റ് വാസ് ഓൺലി 70 pesos. പക്ഷേ അവൻ പണം എണ്ണി നോക്കിയപ്പോൾ അതിൽ വെറും 70 pesos മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഹി ഗോട്ട് ആംഗ്രി. അതുകൊണ്ടാണ് അവന് ദേഷ്യം വന്നത്. നെക്സ്റ്റ്, the actions of Lenjo after counting the money are described in detail. Narrate what he did in the correct order. പണം എണ്ണിയതിനു ശേഷമുള്ള നമ്മുടെ ലെഞ്ചോയുടെ പ്രവർത്തികൾ വിശദമായി നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ക്രമമായി വിവരിക്കുക. ആൻസർ, ഫസ്റ്റ്, he went to the window to ask for paper and ink. അവൻ ആദ്യമായി ചെയ്തത് പേപ്പറും മഷിയും വാങ്ങാനായി ജനാലയ്ക്കരികിലെത്തി. ദെൻ ഹി സാറ്റ് അറ്റ് ദ ടേബിൾ ആൻഡ് ബിഗൻ ടു റൈറ്റ്. അതിനുശേഷം പൊതു എഴുത്ത് മേശയിൽ ഇരുന്നു കൊണ്ട് എഴുതാൻ ആരംഭിച്ചു. സൂൺ ആഫ്റ്റർ ഹി ഫിനിഷ്ഡ് റൈറ്റിംഗ് ഹി ബോട്ട് എ സ്റ്റാമ്പ്. പെട്ടെന്ന് എഴുത്ത് അവസാനിപ്പിച്ചു. അതിനുശേഷം അവൻ ഒരു സ്റ്റാമ്പ് വാങ്ങി. ദെൻ ഹി അഫിക്സഡ് ഇറ്റ് ഓൺ ദ എൻവലപ്പ്. അതിനുശേഷം ആ സ്റ്റാമ്പ് കവറിന് പുറത്ത് ഒട്ടിച്ചു. അറ്റ് ലാസ്റ്റ് ഹി പുട്ട് ദ ലെറ്റർ ഇൻ ടു ദ ലെറ്റർ ബോക്സ്. അവസാനം അവൻ കത്ത് തപാൽ പെട്ടിയിലിട്ടു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് ലെഞ്ചു ഗ്രീഡി? ലെഞ്ചു ദുരാഗ്രഹിയായിരുന്നോ? ഹൗ ഡു യു ഡിസ്ക്രൈബ് ഹിം? അവനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ആൻസർ, ലെഞ്ചോ വാസ് നോട്ട് അറ്റ് ആൾ ഗ്രീഡി. ലെഞ്ചോ ഒരിക്കലും ഒരു ദുരാഗ്രഹിയായിരുന്നില്ല. ഹി വാസ് എ സിമ്പിൾ ആൻഡ് ഇന്നസെന്റ് ഫാർമർ. അവൻ വളരെ സാധാരണക്കാരനായ ഒരു കർഷകനായിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് ഗോഡ് വുഡ് ഹെൽപ്പ് ഹിം ഇൻ ഹിസ് മിസറീസ്. തൻ്റെ ദുരിതത്തിൽ ദൈവം ഉറപ്പായും തന്നെ സഹായിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. ദ സ്റ്റോറി ലെറ്റർ ടു ഗോഡ് എൻഡ്സ് ഹിയർ. ഓക്കെ, താങ്ക്സ്.